ചെമ്പനീർ പൂവിൻ്റെ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയും കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ നീലിമ വിളിക്കുകയാണ്. നീലിമയുടെ ഫോൺ കോൾ കണ്ടപ്പോഴേ ശ്രുതിക്ക് പേടിയായി. അപ്പം ഫോൺ എടുക്കുകയാണ്. അപ്പം നീലിമ പറയുകയാണ്, നിൻ്റെ ഒരു തീക്കൊള്ളിയുമായി നിൻ്റെ ചുറ്റും എൻ്റെ ഒരാൾ എപ്പോഴും ഉണ്ടെന്ന് പറയുകയാണ്. അപ്പം ഈ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ മുന്നിൽ വന്ന് വിടുന്നത് ആമിയാണ്. അപ്പം ശ്രുതി ഇങ്ങനെ കണ്ണുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ ഉറപ്പിക്കുകയാണ് നീലിമയുടെ ആളാണെന്ന്. ആമി നീലിമയുടെ ആളാണെന്ന് ഉറപ്പിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് സച്ചിയും ആമയും കൂടെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രേവതിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. രേവതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് സച്ചിയെ പിടിച്ച് കട്ടിലോട്ട് ഇരുത്തിയിട്ട് ആമി പറയാണ്, എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റൂ, സമയമില്ലെങ്കിൽ സമയം കണ്ടെത്തണമെന്ന് പറയാണ്. സച്ചി ഇങ്ങനെ പേടിച്ച് കട്ടിലേ കിടക്കുന്ന രേവതി ഇങ്ങനെ നോക്കിയാണ്. രേവതി ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ശ്രുതി പറയുകയാണ്, അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുക തന്നെ ചെയ്യും. സച്ചിയും ആമയും കൂടി ഇരിക്കുന്നിടത്ത് രേവതിയെ കൊണ്ട് ചെന്ന് ഞാൻ ആ കാഴ്ച കാണിക്കും. അപ്പം അവർ രേവതിയെ കൊണ്ട് തന്നെ ആമയെ അവിടുന്ന് പുറത്താക്കിപ്പിക്കാനുള്ള പ്ലാനാണ് ശ്രുതിയും കൂടെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. പ്രൊമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.